എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അപ്പോൾ മാർച്ച് 6-ാം തീയതി മുതൽ ഏപ്രിൽ 6-ാം തീയതി രാത്രി 9 മണി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫീസ്, അതായത് ഈ ഒരു നീറ്റ് എക്സാമിനേഷന് ഫീസ് ഉണ്ട്. അതായത് ജനറൽ വിഭാഗത്തിന് 1700 രൂപയും അതുപോലെ ജനറൽ EWS അതുപോലെ OBC NCL എന്നിവർക്ക് 1600 രൂപയാണ് ഫീസ് വരുന്നത്. SC ST PWBD അതുപോലെ തേർഡ് ജെൻഡർ എന്നിവർക്ക് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് അടക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 6-ാം തീയതി, അതായത് ഏപ്രിൽ 6-ാം തീയതി 11:50 രാത്രി 11:50 PM വരെയാണ്. ആ ഒരു അപേക്ഷ നൽകി ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് UPI ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് 6-ാം തീയതി രാത്രി 11:50 വരെയാണ്. അപ്പോൾ കേരളത്തിലും സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് NEET.NTA.nic.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിലാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക, അതായത് നീറ്റ് എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഏത് ലാംഗ്വേജിലാണ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു, അതായത് നീറ്റ് എക്സാമിനേഷന് മാർച്ച് 6-ാം തീയതി മുതൽ, അതായത് 6-ാം തീയതി ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി ഏപ്രിൽ 6-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ MBBS പോലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു നീറ്റ് എക്സാമിനേഷനിൽ യോഗ്യത തെളിയിച്ചാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു BAMS BUMS BSME അതുപോലെ BHMS ഇതുപോലുള്ളതും അതുപോലെ MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അതിൽ യോഗ്യത നേടിയിരിക്കണം. അതുപോലെ തന്നെ കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഏപ്രിൽ 6-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ടോട്ടൽ 50% മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് നിബന്ധന ഉള്ളത്. അപ്പോൾ SC ST വിഭാഗക്കാർക്ക് 40% മാർക്ക് വാങ്ങിയാൽ മതിയാകും. അതായത് +2 ഇപ്പോൾ വരുന്ന എക്സാമിനേഷനാണ്, +1-ൻ്റെതല്ല. അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ +1-ൻ്റെ അല്ല, +2-ൻ്റെ മാർക്കാണ് ഇതിനൊക്കെ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 13 ഭാഷകളിലാണ് ഈ ഒരു എക്സാമിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മലയാളം ഉൾപ്പെടെയുള്ള 13 ഭാഷകളാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനുള്ള ആ ഒരു മീഡിയം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ NEET.NTA.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിലുള്ള ഡീറ്റെയിൽസുകൾ പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് മെയ് 7-ാം തീയതിയാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ 200 മിനിറ്റ്, അതായത് 3 മണിക്കൂർ 20 മിനിറ്റാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:20 വരെ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ NEET.NTA.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഓൺലൈൻ മോഡിൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളാണ്, അതായത് ആരാണ് എക്സാമിനേഷൻ എഴുതുന്നത് അവരാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ അപേക്ഷ സമയത്ത് ഇമെയിൽ ID അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ മാത്രം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഭാവിയിൽ അതിലേക്ക് ഈ ഒരു, അതായത് OTP കോഡുകൾ എന്നിവയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ ഈ ഒരു മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ SMS ഒക്കെ രജിസ്ട്രേഷൻ ടൈമിൽ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഈ ഒരു ഇമെയിൽ ID അതുപോലെ മൊബൈൽ നമ്പർ എന്നിവ നൽകുക.
അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കാർഡ്, ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ പാസ്പോർട്ട്, വോട്ടേഴ്സ് ID കാർഡ് എക്സെട്ര എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് PDF സൈസിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് neet.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ ഈ ഒരു അപേക്ഷ ഏപ്രിൽ 6-ാം തീയതി രാത്രി 9 മണി വരെയാണ് നൽകാൻ സാധിക്കുക. ഫീ പേയ്മെൻറ്റ് ആ ഒരു ദിവസം രാത്രി 11:30 വരെയും സക്സസ്ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അപേക്ഷ നൽകുന്നതിന് ശേഷം അവസാനത്തെ സ്റ്റെപ്പായിട്ടാണ് ഫീ പേയ്മെൻറ്റ് എന്നുള്ള സ്റ്റെപ്പ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 13 ഭാഷകളിലാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് BUMS, അതുപോലെ BSME, BAMS, BHMS, BDS, MBBS എന്നിങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അതായത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ എഴുതി യോഗ്യത നേടണം. അതുപോലെ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കീം എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ കീമിൻ്റെ അപേക്ഷ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ ഈ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.